എടുത്തിട്ട് ഒരു ക്ലിപ്പ് ബൈറ്റ് കണ്ടുകൊണ്ട് പറഞ്ഞത് കേട്ടില്ലേ എന്ന് പറയുന്ന ഇവനെ പോലത്തുള്ള ഈ സീക്രട്ട് ഏജന്റിനെ പോലത്തുള്ള മൊണ്ണകൾക്ക് പറഞ്ഞ മനസ്സിലാവൂല. നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു മൈത്രേന്റെ വീഡിയോ കാണാൻ ഇടയായി. അതിലുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ, അതിന്റെ തെറ്റിദ്ധാരണകളും അതിന്റെ നല്ല വശങ്ങളും ഡിസ്കസ് ചെയ്യാനാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇത് ആദർശ് ഒരു ചാനലിന്റെ ഒരു പ്രോഗ്രാം, ഞാൻ എന്റെ ചാനലില് ഒരു മൈത്രേന്റെ വീഡിയോ ആണോ അതോ മൈത്രേനെ കുറിച്ച് പറയുന്ന വീഡിയോ ആണോ? അല്ല, നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാലോ. മൈത്രേനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. അതിന് മൈത്രേൻ പറയുന്ന ക്ലിപ്പാണ്. മിസൈൽ മാൻ എന്ന് പറയുന്ന APJ അബ്ദുൽ കലാമിനെ കുറിച്ച് മൈത്രേൻ പറയുന്ന ഒരു ക്ലിപ്പ് കണ്ടുകൊണ്ട് സായി എന്ന് പറയുന്ന ഒരു അങ്ങനെയൊക്കെയാണ് അവൻ പറയുന്നത്. അയാൾ എന്തൊക്കെയാണ് അയാൾ പറയുന്നുണ്ടായിരുന്നത്, കുറെ പുള്ളിനെ തെറി പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി പുള്ളി പറയുന്ന മൈത്രേൻ പറയുന്ന കാര്യങ്ങളുടെ ചെറിയൊരു ക്ലിപ്പ് ആയിട്ട് കണ്ടുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഫുൾ ചാനലിന്റെ ഇന്റർവ്യൂ മുഴുവൻ കാണാതെ പറയുന്നതായിട്ട് എനിക്ക് തോന്നി. പുള്ളി പറയുന്ന കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കണ്ടിരുന്നു. ഈ പറയുന്ന മൈത്രേന്റെ ഫുൾ ഇന്റർവ്യൂ കണ്ടിരുന്നു. ഞാൻ ജിഞ്ചർ മീഡിയ ഞാൻ കണ്ടാണ്. അപ്പൊ എനിക്ക് നല്ല തോന്നിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈത്രേൻ പറയുന്ന ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജനാധിപത്യ രാജ്യമാണ്, അതിൽ കുറച്ച് അപ്ഡേറ്റ്സ് വരാനുണ്ട്. അപ്പൊ ആ അപ്ഡേറ്റ്സ് വന്ന സമയത്ത് നമ്മൾ ചെറുപ്പം മുതലേ നമ്മളെ എല്ലാവരും അനുസരണയുള്ളവരായിട്ട് നമ്മൾ ഇന്ന രാജ്യത്താണ് ജനിച്ചത്, ഇന്ന സംസ്ഥാനമാണ് നമ്മുടെ, ഇന്ന ജില്ലയിലാണ്, ഇനി നമ്മൾ അങ്ങനെ കേരളത്തിലാണ്, കേരളത്തിലുള്ള ആൾക്കാരാണ്, മറ്റു ഇന്ന ആൾക്കാരാണ്, ഇങ്ങനെ പഠിപ്പിച്ച് വരുന്ന കാര്യങ്ങളിൽ നമുക്ക് കുറെ അപ്ഡേറ്റ്സ് വരാനുണ്ട്. നമുക്കിപ്പോൾ രാജഭരണം മാറി ജനാധിപത്യമാണെങ്കിലും നമ്മളിപ്പോഴും രാജാവിന്റെ കീഴിൽ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങൾ പുള്ളി പറയുമ്പോൾ കുറെ കാര്യങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. കാരണം ഇപ്പോ ഞാൻ ഒരു ദിവസം കണ്ടാണ് ഇപ്പൊ സന്ദീപ് വാര്യർ പറയുന്ന ഒരു കാര്യമുണ്ട്. സന്ദീപ് വാര്യർ ഒരു വയറ്റിൽ ഒരു കാര്യം പറഞ്ഞു, അതായത് എന്താ മഹാത്മാഗാന്ധിയെ ചുമ്മാ തമാശക്ക് വേണ്ടി വെച്ചു എന്ന് പറഞ്ഞത് എന്താണ് ഒരു ക്ലിപ്പ് ആയിട്ട് മാത്രം കൂടി കിടപ്പുണ്ട്. പക്ഷെ പുള്ളിക്ക് അതിനു മുമ്പ് പറഞ്ഞതോ അതിന് പിന്നീട് പറഞ്ഞ കാര്യങ്ങളോ ഒന്നുമില്ല. അതേപോലെ ശശി തരൂരിനെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതിൽ പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ആളുടെ ആശയം എന്താണെന്ന് മനസ്സിലാവാതെ ഇയാൾ പറഞ്ഞത്, ഞാൻ ആ കമന്റിന്റെ ആ വീഡിയോയുടെ അടിക്കുന്ന കമന്റുകൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഈ മൈത്രേൻ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് 19 വർഷം എടുക്കും നിങ്ങൾ മനസ്സിലാക്കാൻ എന്ന് പറയുന്ന കളിയാക്കലിനോട് കുറെ ട്രോളുകൾ അയാളുകളെ മൈത്രേൻ പറയുന്ന എന്ന് പറയുന്ന ആളുകളൊക്കെ എവിടെ എന്ന് ചോദിച്ചുകൊണ്ടാണ്. പക്ഷെ എനിക്ക് പുള്ളി പറയുന്ന കാര്യങ്ങൾ, പക്ഷെ ഈ പറയുന്ന മൈത്രേൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നടന്നു കഴിഞ്ഞാൽ ലോകത്തിലെല്ലാവരും അടിപൊളിയാണ്, ഒരേപോലെയാണ്, എല്ലാവരും ഒരേപോലെയാണ്. അപ്പൊ പക്ഷെ കമ്മ്യൂണിസ്റ്റ് തിയറി പറയുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കമ്മ്യൂണിസം അങ്ങനെ അല്ലല്ലോ, ആശയം അതാണ്. അപ്പൊ അത് കണ്ടപ്പോ പലവരും പുള്ളി ഈ പറയുന്നത് സീക്രട്ട് കുറ്റി പറയുന്നുണ്ടായിരുന്നു, പുള്ളിയൊക്കെ തെറി പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അയാളുടെ ഒരു പകുതി കാഭാഗം പോലും ഇവനൊന്നും വിവരമില്ല. അപ്പം വെറുതെ കുറെ കുണച്ച് ഈ പറഞ്ഞ പോലെ ഇവൻ കാറിലിരുന്ന് ഇവിടുന്ന് വിടണല്ലാണ്ട് വേറെ ചോദിച്ചോ. ഇപ്പൊ സീക്രട്ട് ഏജന്റിനകത്ത് പറയുന്നത് സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് ഈ പറയുന്ന APJ അബ്ദുൽ കലാം. മൈത്രേൻ പറയുന്നത് മിസൈൽ ഉണ്ടാക്കാൻ പഠിപ്പിച്ച, അല്ലെങ്കിൽ മിസൈൽ ഉണ്ടാക്കി നിങ്ങൾ മിസൈൽ മാൻ എന്ന് വിളിക്കുന്ന ഒരാളല്ലേ ഈ പറയുന്ന APJ അബ്ദുൽ കലാം എന്നാണ് മൈത്രേൻ ചോദിക്കുന്നത്. മൈത്രേൻ പറയുന്നത് APJ അബ്ദുൽ കലാം മൊത്തം മിസൈൽ ഉണ്ടാക്കി, അതൊരു വേറൊരു രാജ്യത്തുള്ള ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് മിസൈൽ എന്ന് പറഞ്ഞാൽ അതിനുള്ള, അല്ലാതെ ഷോക്കേസിൽ വെക്കാനല്ലോ മിസൈല്, യുദ്ധം ചെയ്യുമ്പോൾ ഉപയോഗിക്കാനുള്ള സാധനമുള്ള മിസൈല്. അപ്പൊ ഒരാളെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ഉണ്ടാക്കിയ ആളല്ലേ APJ അബ്ദുൽ കലാം. അതാണ് മൈത്രേൻ പറയുന്നത്. അതിനെ എതിർത്താണ് ഈ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ പറയുന്നത് അപ്പൊ പിന്നെ ഈ പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ നമ്മളായിട്ട് യുദ്ധം വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കിയിരിക്കണോ എന്നുള്ള രീതിയിലാണ് പുള്ളി ചോദിക്കുന്നത്. അപ്പൊ അതിലെന്താണ് തെറ്റ്? നമ്മളിപ്പോ ഏതൊരു കാര്യം പറയുമ്പോഴും അയാൾ പറഞ്ഞു വരുന്ന ഒരു ആശയം ഉണ്ടാവും. നമ്മൾ അയാൾ പറയുന്ന അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഉദാഹരണത്തിനെയോ അല്ലെങ്കിൽ ഒരു കാര്യത്തെയോ എടുത്തിട്ടല്ല നമ്മൾ വിലയിരുത്തേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം. അയാൾ പറഞ്ഞു വരുന്ന ആശയത്തിൽ ഒരു ഭാഗം എടുത്തിട്ട് ഒരു ക്ലിപ്പ് ബൈറ്റ് കണ്ടുകൊണ്ട് പറഞ്ഞത് കേട്ടില്ലേ എന്ന് പറയുന്ന ഇവനെ പോലത്തുള്ള ഈ സീക്രട്ട് ഏജന്റിനെ പോലത്തുള്ള മൊണ്ണകൾക്ക് പറഞ്ഞ മനസ്സിലാവൂല. അയാൾ അതിൽ പറയുന്ന ഫുൾ കാര്യങ്ങളുണ്ട്. എന്താണ് അയാൾ പറയുന്നത്? ഓരോ രാജ്യത്തും ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ ലോൺ എടുത്ത് കഷ്ടപ്പെട്ട് ഒരു സ്വപ്നത്തിൽ ഒരു വീട് വെച്ചു, ആ വീടിന്റെ മുകളിൽ ഒരു മിസൈൽ വന്നങ്ങോട്ട് വീണ് നശിച്ച് നാരായണക്കല്ല് കുറച്ച് പോവുകയാണ്. അപ്പോൾ നമുക്കുണ്ടാവുന്ന ഫീലിങ്സ്, നമ്മുടെ കഷ്ടപ്പാട്, സ്വപ്നങ്ങൾ തകർന്നു പോവുകയാണ്.
അപ്പൊ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പുള്ളി അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ചെറിയൊരു ഭാഗം പുള്ളി പറഞ്ഞു. എന്ന് വെച്ച് ഈ പറയുന്ന മൈത്രേയൻ അറിയാൻ പാടില്ല, ഇയാൾ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന പോലത്തെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളും ഉണ്ട്. ഇതൊന്നും മൈത്രേയൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, മൈത്രേയൻ അറിയാം അല്ല, പക്ഷെ പുള്ളി അതിൽ പറഞ്ഞ കാര്യം മിസൈൽ മാൻ അല്ലേ, ഇങ്ങനല്ലേ പറഞ്ഞതല്ലേ എന്നുള്ള കണ്ടുപിടുത്തമാണ്, കാര്യമല്ല. ആ പറയുന്നത് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പുള്ളി പറഞ്ഞിരിക്കുന്ന ആശയത്തിന്റെ ഇടയിൽ ഒരു ഭാഗവും ഒരു പുള്ളിനെ പരാമർശിച്ച കാര്യം രണ്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോ ഇതിൽ പറയുന്നത് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നമ്മളിപ്പോ ഒരു വ്യക്തി ഒരു കാര്യം എടുത്തിട്ട് ഞാൻ ഒരു വ്യക്തിനെ പരാമർശിക്കുകയാണ്. ഇപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ പരാമർശിക്കുന്നത് ആ ക്ലിപ്പ് ബൈറ്റ് മാത്രം എടുത്തിട്ട് ഇപ്പൊ നിങ്ങളുടെ ചാനലിൽ വേണമെങ്കിൽ ഇടാം, ഇല്ലേ, എന്റെ ചാനലിൽ വേണമെങ്കിൽ ഇടാം. എന്നിട്ട് അയാൾ മാത്രം ആ ട്രോള് മാത്രം നടന്നുകൊണ്ട് കുറെ നാൾ സാറ് ഓടും. എന്താണ് ആ ചെറിയ ബൈറ്റിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം മൊത്തം ഈ 30 സെക്കൻഡ് 15 സെക്കൻഡ് ഇത് മൊത്തം ഓടും, പെട്ടെന്ന് കാണാം. എന്നാൽ ഇത്രയും മണിക്കൂറുള്ള ആ വീഡിയോ കാണാനായിട്ട് ആരും ചിലപ്പോ ഇല്ല. മൈത്രേ ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോ പുള്ളി ഭയങ്കരമായിട്ട് ഇലാബറേറ്റ് ചെയ്തിട്ടാ പറയുന്നത്. അത് മൊത്തം ഇരുന്ന് കാണാൻ ചിലപ്പോൾ ആളുകൾക്ക് സമയം ഉണ്ടാവില്ല. അപ്പൊ പുള്ളിയുടെ ചെറിയൊരു ഇത് കണ്ടിട്ട് പുള്ളിനെ വിലയിരുത്തുന്നത് ശരിയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ മൈത്രേയൻ പറഞ്ഞത് മിസൈൽ ഉണ്ടാക്കിയത് തെറ്റാണെന്നുള്ള രീതിയിലാണ്. അതിലെന്ത് തെറ്റ്? മിസൈൽ ഉണ്ടാക്കിയ അത് പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വെസ്റ്റ് ജർമ്മനി, ഈസ്റ്റ് ജർമ്മനി, അങ്ങനെ രണ്ട് ജർമ്മനി ഉണ്ടായിരുന്നു. അതിലൊരു വാൾ ഉണ്ടായിരുന്നു, ബെർലിൻ വാൾ. അതായത് പശ്ചിമ ജർമ്മനിയിലും ഈ പറഞ്ഞ ജർമ്മനി, ഈസ്റ്റ് ജർമ്മനി, അങ്ങനെ രണ്ട് ജർമ്മനി ഉണ്ടായിരുന്നു. ഇപ്പൊ ആ ജർമ്മനി ആകെ ഒറ്റ ജർമ്മനി ഉള്ളൂ. ബെർലിൻ വാൾ എന്നൊരു മതിലുണ്ടായിരുന്നു അവിടെ. അത് എന്റെ വീട്ടിൽ നിന്ന്, അതായത് എന്റെ സ്വന്തക്കാരായ അപ്പുറത്തെ വീട്ടിലേക്ക് കടക്കാൻ വേണ്ടി പറ്റുന്ന അവസ്ഥയിൽ ആ സമയത്ത് യുദ്ധം ഉണ്ടായിരുന്നു. ഇപ്പൊ മതിൽ അവിടെ ഇല്ല, അതിന് മതിൽ കെട്ടിയിരുന്നു. ഇപ്പൊ എല്ലാവരും അതിന് കഷ്ടം മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വന്നപ്പോ യുദ്ധം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥകൾ അത് ഈ പറയുന്ന യൂറോപ്യൻ പല ആളുകളും അത് പറഞ്ഞു തീർത്ത് ഇപ്പൊ ഇതിനേക്കാളും വലിയ യുദ്ധം നടന്നിട്ടല്ല. എല്ലാവരുടെ ആഗ്രഹമാണ് ഇന്ത്യ പാകിസ്ഥാൻ വാർ, അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാന്റെ ആ അതിർത്തി മാറണം, അല്ലെങ്കിൽ അവരായിട്ടുള്ള ശത്രുത മാറണം എന്നൊക്കെ തന്നെയാണ് എല്ലാവരും ആഗ്രഹം. പക്ഷെ ഇത് ഇപ്പൊ വാക്കുകളോട് പറയുന്നവരെ നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പൊ അതേപോലത്തെ ചർച്ച നീണ്ടു പോയപ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം, ഈ രാജ്യം എന്താ ചെയ്യുന്നത്, മെയിൻ അവരുടെ ബിസിനസ് എന്ന് പറഞ്ഞത് വെടിക്കോപ്പുകളാണ്, യുദ്ധ ഐറ്റംസ് ആണ്. ഇറാന് കൊടുക്കും, അതുപോലെ ഇസ്രായേലിന് കൊടുക്കും, അതുപോലെ തന്നെ ഇവർക്ക് കൊടുക്കും. എന്നിട്ട് ഇവരെന്ത് ചെയ്യും, അവരെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കും, എന്നിട്ട് ഇതൊക്കെ വിൽക്കും. ഇതാണ് ഇതിനെപ്പറ്റി നമ്മൾ ബോധവാനായി കഴിഞ്ഞാൽ അത് പാകിസ്ഥാനും അല്ലെങ്കിൽ പോട്ടെ ആരെങ്കിലും ഒക്കെ ആയിട്ട് സംസാരിച്ച് അതാണ് ഇത് യഥാർത്ഥമായ നാട്ടിൽ നടക്കുന്നത് എന്നുള്ള കാര്യത്തെ പറ്റി പുള്ളി ഡിസ്കസ് ചെയ്തതില്ലേ ശരി സംബന്ധിച്ചു. അപ്പൊ തീവ്രവാദികൾക്ക് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാവാൻ തോന്നുന്നുണ്ടോ? ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്താണ് നമ്മുടെ പാകിസ്ഥാൻ നമ്മുടെ കാശ്മീര് ഒരു കാര്യമില്ലാതെ കുറെ പേരെ കൊന്നത്. അപ്പോഴും നമ്മൾ അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ പോയില്ല, അവർ ഇങ്ങോട്ട് തന്നെയാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്. നമ്മൾ അവരുടെ തീവ്രവാദികളാണ് കൊന്നത്. അപ്പോഴും നമ്മൾ അവർ തീവ്രവാദി കൊന്നു കഴിഞ്ഞിട്ട് അവർ ഇങ്ങോട്ട് ചുമ്മാ അറ്റാക്ക് ചെയ്യുക, അവർക്ക് ആവശ്യമില്ലാതെ. അപ്പോഴും നമ്മൾ സമാധാനപരമായിട്ട് അവരുടെ മിസൈലുകളെയും അവരുടെ ഹെലികോപ്റ്ററുകളെയും എന്താ പറയാ തടയുകയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ അങ്ങോട്ടേക്ക് മിസൈലുകളിൽ വിടുകയോ അല്ലെങ്കിൽ അവരുടെ ഒരു സിവിലിനെ എന്തെങ്കിലും പറ്റുകയോ ചെയ്തിട്ടില്ല. അപ്പൊ ഇതെല്ലാം ഇല്ലെങ്കിൽ എങ്ങനെ ഈ പറയുന്ന കാര്യങ്ങൾ നടക്കുക? ഇപ്പൊ നമുക്കിപ്പോ ഈ പറയുന്ന മിസൈലുകൾ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ തടയും? അവര് വിട്ട മിസൈലിനെ നമ്മൾ നോക്കിയിരിക്കും ഇങ്ങനെ? ഇല്ലേ, പറ്റില്ല. അപ്പൊ പിന്നെ മിസൈല് വേണ്ടാന്നാണ് പറയുന്നത്. ഈ പറയുന്ന മൈത്രേയൻ പറയുന്ന വെച്ച് നോക്കുമ്പോ അതായത് മത തീവ്രവാദികൾ എത്ര നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ മൈൻഡ് മനസ്സൊന്നും മാറാൻ പോകുന്നില്ല. ഇന്ത്യ എന്ന രാജ്യമുള്ള സമയത്ത് ഒരു അതിർത്തി ഉണ്ടായിരുന്നു. ഇന്ത്യ എന്നുള്ള മൊത്തം ഒരു നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പായിട്ട് നമുക്കൊരു അതിർത്തി എന്നുള്ള സാധനം ഉണ്ടായിരുന്നു. നമുക്കുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് മൊത്തത്തില് ഇന്ത്യ പല പല നാട്ടുരാജ്യങ്ങളായിരുന്നു. ഒരു സമയത്ത് നമുക്ക് അതിർത്തി ഉണ്ടായിരുന്നില്ല. അതിർത്തി നാട്ടുരാജ്യങ്ങളില് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന സമയത്ത് അതൊരു എന്തായിരുന്നു, ഈ പാകിസ്ഥാൻ എല്ലാവരും ഒരുമിച്ചായിരുന്നു. അപ്പൊ അതിർത്തി ഇല്ലായിരുന്നു നമുക്കറിയാമായിരുന്നു. അല്ലേ, ഒരു മിനിറ്റ് അതിർത്തി ഇല്ല, അതിർത്തി ഇല്ലായിരുന്നില്ല എന്നുള്ളൂ. പുള്ളി പറയുന്ന ആശയം ഇതാണ്, അതിർത്തി ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് അതിർത്തി ഇല്ലായിരുന്നു നമുക്കറിയാം. ഈ അതിർത്തി വേണമെങ്കിൽ അതെ, പക്ഷെ ഇതിനെ വിഭജിച്ച് പല പല കാര്യങ്ങൾ പല ആൾക്കാരും ആക്കിയത് ബ്രിട്ടന്റെയും അതുപോലെ അമേരിക്കയുടെ ഒക്കെ ഒരു ആവശ്യമാണ്. കാരണം ഇവർക്ക് ഇന്ത്യ പാകിസ്ഥാൻ അല്ല വിഭജിച്ചത് വേറെ കാരണം കൊണ്ടായിരിക്കും, ആയിക്കോട്ടെ. പക്ഷെ യുദ്ധം ഉണ്ടാക്കേണ്ട കാര്യം അതാണ്. വിഭജിച്ച കേസല്ല ഞാൻ പറഞ്ഞത്, വ്യക്തമായിട്ടാണ് പറയുന്നത്. ഇതൊക്കെ ട്രോളായിട്ടാണ് ഇറങ്ങും.
ഈ ഈ പറയുന്ന ഇവര് തമ്മിൽ നമ്മളെ ഈ ടെററിസ്റ്റുകാർക്ക് യുദ്ധം എന്താ പറയാ ഈ ആയുധങ്ങൾ കൊടുക്കുന്നത് ആരാ പറയിച്ചേ കൊടുക്കുന്ന ആരാ ചൈനയും അമേരിക്കയും കൊടുക്കുന്നത് റഷ്യയും. അതെ അതെ അപ്പൊ അതുപോലെ തന്നെ അപ്പൊ ഈ ഇവരുടെ യുദ്ധത്തിന്റെ ഐറ്റംസ് വിൽക്കാൻ അതായത് ഈ യുദ്ധോപകരണങ്ങൾ വിൽക്കാനുള്ള പൈസ ഉണ്ടാക്കിയേ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമ്മളിത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യും നമ്മളിത് മേടിക്കേണ്ടി വരികയാണ്. എന്തുകൊണ്ടാ യുദ്ധം ഉണ്ടാവുന്നതുകൊണ്ട്. അപ്പൊ നമ്മുടെ ചിന്താഗതി മാറ്റണം. നമ്മൾ പറഞ്ഞു പറഞ്ഞ സംസാരം എന്ന് ഗവൺമെന്റിന് ആ ചിന്താഗതി എടുക്കാൻ പറ്റും. ജഗതി അല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് അതിനുള്ള പരിഹാരങ്ങൾ കാണണം എന്നാണ് പറഞ്ഞു പറയുന്നത്. പക്ഷെ അത് എത്ര വർഷം കൊണ്ടാണ് നടക്കാൻ പോകുന്നത്? അതെ അതപ്പൊ അത് നമ്മൾ അതായത് പുള്ളി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വാതന്ത്ര്യ സമരം എന്നുള്ളത് 100 വർഷങ്ങൾക്ക് മുമ്പേ ആരംഭിച്ചു. ശിപായി ലഹള എന്നുള്ള സംഭവത്തിൽ ആരംഭിച്ചു തുടങ്ങി 100 വർഷത്തിന് ശേഷമാണ് എന്ത് കിട്ടിയത്? സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പൊ പുള്ളി പറഞ്ഞു ഞാൻ 5 വർഷം മുമ്പ് ഞാൻ സംസാരിച്ചു തുടങ്ങി. ഇപ്പൊ 10 വർഷമായപ്പോഴാണ് പുള്ളിയുടെ അടുത്ത് 100-ലുണ്ടായ 2 പേര് ആ പുള്ളി പറഞ്ഞത് മനസ്സിലാക്കാൻ തുടങ്ങിയത്. അപ്പൊ നമ്മൾ പുള്ളി പറയുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഇപ്പൊ പുള്ളി പറഞ്ഞ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പഞ്ചസാര സവാള കരിമ്പ് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റംസ് വേറൊരു നാട്ടിൽ കൊണ്ടുപോയി വിൽക്കുകയാണ്. അപ്പൊ ആ രാജ്യത്തിന് നമ്മുടെ ബിസിനസ് കാര്യമായിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുന്ന ഒരു രാജ്യത്ത് നമ്മൾ കൊണ്ടുപോയിട്ട് എന്താ ചെയ്യുന്നത്? നമ്മൾ ആക്രമിക്കാനും പല പല കാര്യങ്ങൾ ചെയ്യാനും നിൽക്കുമ്പോൾ നമ്മൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എപ്പോഴും ഇങ്ങനെ നിൽക്കണം. എന്തുകൊണ്ട് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് UK മാറി എന്ന് പറയണേ? കാരണം അവർക്ക് വിഘടിച്ചു നിന്ന് അമേരിക്കയോടൊപ്പം നിന്നിട്ട് ലോകരാജ്യങ്ങൾക്ക് ആയുധങ്ങൾ വിറ്റ് കാശാക്കണം. ഇങ്ങനെയുള്ള കുറെ ചിന്താഗതി പുള്ളി പറഞ്ഞു വരുമ്പോ പുള്ളി പറയുന്നത് ഇതേപോലത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ നിർത്തൂ, അപ്ഡേറ്റ് ചെയ്യാൻ. പുള്ളി പറയുന്നത് വെച്ചാൽ രാജഭരണം മാറി. സെക്രട്ടേറിയറ്റിൽ ഇപ്പൊ ചെന്ന് കഴിഞ്ഞാൽ രാജാവിനെ കാണുന്ന പോലെയാണ് മുഖ്യമന്ത്രി നമുക്ക് കാണാൻ പറ്റുള്ളൂ, ഏതെങ്കിലും മന്ത്രിമാരെ കാണാൻ പറ്റുള്ളൂ. അവിടെ ചെന്ന് അപേക്ഷിക്കണം, കോടതി ചെന്ന് കഴിഞ്ഞാൽ നിൽക്കണം എന്നാണ് പുള്ളി പറയുന്നത്. കാരണം നമ്മൾ പണ്ട് കോടതികളിലും അവിടെ ബ്രിട്ടീഷ് രാജഭരണകാലത്ത് നമ്മൾ അവിടെ പോയിട്ട് നിന്ന പോലെ ഇപ്പോഴും നമ്മൾ നിൽക്കണം. പിന്നെന്താ ജനാധിപത്യം? ഏതെങ്കിലും ഒരു സ്കൂളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കുന്നുണ്ടോ? അവിടെ പോയിട്ട് ഇല്ല, ഒരു സ്കൂളിൽ സോഷ്യൽ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ചെന്നിട്ട് പാടുന്നത് ഒന്നില്ലെങ്കിൽ ഹിന്ദു ഭക്തിഗാനം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഭക്തിഗാനം, അല്ലെങ്കിൽ മുസ്ലിം ഭക്തിഗാനം. ഇതല്ലേ നിങ്ങളെ പഠിപ്പിക്കുന്നത്? അവിടെ നിങ്ങളെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കുന്നുണ്ടോ? അവിടെ നിങ്ങളുടെ ഭരണഘടന നിങ്ങൾക്ക് ഇന്നതൊക്കെ തരാമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന ഇതിലാണ്. നമുക്ക് അവിടെ കൂടുതൽ നമ്മൾ പാടുന്നത് അതുപോലുമാണ്. പിന്നെ നമ്മളിപ്പോ നമ്മളിപ്പോ പറയുന്നത് ഈ ബംഗാളിനെ നമ്മള് ബംഗാളി എന്നല്ലേ വിളിക്കണേ, അതിഥി തൊഴിലാളി എന്നല്ലേ വിളിക്കണേ. ഇവരെന്താ മനുഷ്യരായിട്ട് നമ്മൾ കൂട്ടാൻ പറ്റാത്തത്? നമ്മൾ പറഞ്ഞ അവിടുത്തെ സംസ്കാരം കൾച്ചർ ആയിക്കോട്ടെ, എന്നാലും നമ്മൾ അവരെ വിളിക്കുന്നത് ബംഗാളി എന്നുള്ള വേർതിരിവിന് വേണ്ടി. അതെ, മലയാളിനെ ആസാമീന്ന് വിളിക്കുന്നത് ആസാമീന്നല്ല, മദ്രാസി വേറെ മല്ലു അതാണ് പുള്ളി പറഞ്ഞത്. എല്ലാം അതാണ് പുള്ളി പറഞ്ഞത്. അല്ല, അതാണ് പറഞ്ഞത്. വിഭജനം ഉണ്ടെന്ന് പറയാനായിട്ട് ഒരു കാര്യം പറഞ്ഞു തന്നാൽ മതിയല്ലോ. അപ്പൊ അതാണ് പുള്ളി പല കാര്യങ്ങളിലും പറയുന്നത്. അല്ലാതെ മറ്റവൻ അങ്ങനെ പുള്ളി ഒരാളെ പറ്റി ഇപ്പൊ അഖിൽമാരാരെ പറ്റി ചോദിച്ചു. അഖിൽമാരെ പറ്റി പറഞ്ഞ ജാതിവാലോ വെച്ച് പേര് വെച്ചിരിക്കുന്ന ഒരുത്തരോടേക്ക് സംസാരിക്കാനില്ല. എന്റെ ഓപ്പോസിറ്റ് അവനില്ല, എനിക്ക് സംസാരിക്കാൻ പോലും താല്പര്യമില്ല അവനായിട്ട് എന്നാണ് പറഞ്ഞത്. പേര് വെച്ചത് അഖിലല്ലോ, അഖിൽ മാരാർന്ന് വെച്ച് ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞത് പുള്ളി പറഞ്ഞ ഒരു കാര്യത്തിൽ പുള്ളി ക്ലാരിഫൈ ചെയ്തതാണ്. എനിക്ക് താല്പര്യമില്ല. പുള്ളി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ആ ഇന്റർവ്യൂ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഇപ്പൊ എനിക്ക് മോദിനോട് സംസാരിക്കണ്ട, കാരണം ജാതിക്ക് വേണ്ടി. അതുപോലെ തന്നെ മറ്റേ എന്താ പറയാ, എനിക്ക് അവരോട് സംസാരിക്കാനേ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ആ ഇത് തുടങ്ങുന്നത് തന്നെ. അപ്പൊ നമ്മൾ ആ ഇന്റർവ്യൂ കാണാണ്ട് ഇതേപോലത്തുള്ള സായി സീക്രട്ട് പറഞ്ഞല്ലോ മൊണ്ണേനെ കേട്ടിട്ട് എന്താ പുള്ളി പറഞ്ഞെന്നുള്ളത് ഞാൻ പുള്ളിനെ ന്യായീകരിക്കുക. പുള്ളി പറഞ്ഞ ഒരു മനുഷ്യനാണ് അയാൾ, അതായത് ഈ മൈത്രേ എന്നുള്ളൊരു മനുഷ്യൻ. അയാൾക്ക് പറയണ സമയത്ത് നമുക്ക് ആ ചാനലുകളാണ്, നമുക്ക് എടുത്തുന്ന സാധനം എടുത്തിട്ട് കട്ട് ചെയ്തിട്ടിട്ട് പല പല കാര്യങ്ങൾ കാണിക്കാം. പക്ഷെ പുള്ളി പറഞ്ഞ പല കാര്യത്തിൽ അതിനൊരു ആശയമാണ് പുള്ളി പറഞ്ഞത്. അല്ലാതെ പുള്ളി പോയിട്ട് മുസൽമാനെ അപമാനിക്കുക അല്ലെങ്കിൽ നല്ല വെപ്പ്, അത് നമ്മൾ പറയുന്ന കാര്യമാണ്. പുള്ളിയെ സംസാരിച്ച കാര്യമാണ്, എനിക്ക് തോന്നിയ കാര്യമാണ്. അല്ലാതെ വേറൊന്നും എനിക്ക് അതിനെ പറ്റി പറയാനില്ല. താങ്കൾക്ക് എന്താണോ പറയാനുള്ളത്? അല്ല, ചേട്ടന്റെ നിലപാട് പറഞ്ഞു, ഞാൻ എന്റെ കാര്യങ്ങളും പറഞ്ഞു. എന്തായാലും നമുക്ക് നോക്കാം. ആളുകൾക്ക് എന്തോന്നും പറയും. ഞാൻ എനിക്ക് തോന്നിയ കാര്യമാണ് തോന്നിയത്. ഓക്കെ, തനിക്കൊന്നും തോന്നിയെങ്കിൽ തനിക്ക് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ എന്താ പറയാ,
ഇത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞതിനോട് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. അല്ല പുള്ളിയുടെ അഭിപ്രായം പറഞ്ഞു, ചേട്ടന്റെ അഭിപ്രായം പറഞ്ഞു, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. ഓക്കെ, എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു എന്താ അഭിപ്രായം പറഞ്ഞതല്ലേ.